ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ട പടവലങ്ങയും പിന്നെ കുറച്ച് കൂർക്ക ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമുക്ക് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൂർക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൂർക്ക നന്നായിട്ട് ക്ലീൻ ആക്കി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണേ. അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കൂർക്കയൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര കഷ്ടപ്പാടുള്ളവർക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പം കുക്കർ ഒന്ന് അടച്ചിട്ട് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ടേ. ആ ഒരു സമയം പടവലങ്ങയെല്ലാം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അകത്തെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ആണ്ട് ഇതുപോലെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ ദാണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന ഐറ്റമൊക്കെ ദാണ്ട് ഇപ്പം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റീമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ നമ്മുടെ കൂർക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതാണ് വീണ്ടും ഇത്. ഇനി നമുക്ക് ദാണ്ട് ഇതുപോലെ ഒന്ന് തൊടുമ്പോഴേക്കും തൊലി ഇങ്ങനെ ഇളകി വരും. കയ്യിലൊന്നും അഴുക്കൊന്നും പറ്റില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ ദാണ്ട് ഇതുപോലെ കൂർക്ക ഒന്ന് റെഡിയാക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനൊന്ന് കൊണ്ടുവരാം. അപ്പോൾ തൊലി കളഞ്ഞ് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ദാണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പം കുറച്ച് മാത്രം സവാള ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു കുഞ്ഞ് സവാള എടുത്തൊന്ന് നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴത് വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതിയാവേ. ഇനി നമുക്ക് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാട് കളറൊന്നും മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്നായി കിട്ടും. ഞാനിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതി. ഇതിലും കളറൊന്നും മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പടവലങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ, മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാവേ. 1 ടീസ്പൂൺ ഉണ്ടാവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെയും ഇതിനകത്തൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നവരെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അതാണ് ഞാൻ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പടവലങ്ങ വേവാൻ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരല്പം മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു 1/4 കപ്പിലും താഴെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
ഈ പടവലങ്ങയും കൂർക്കയും എന്ത് കോമ്പിനേഷനാണെന്ന് ചിലരെങ്കിലും ചിന്തിക്കും. പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. ഇപ്പൊ ദാണ്ട പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. വെള്ളം ഒട്ടും തന്നെ ഇല്ല, നന്നായിട്ട് വറ്റി പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മുടെ കൂർക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കാര്യം ഓൾറെഡി കൂർക്ക നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പിന്റെ ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദാണ്ട ഞാനിതും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂർക്കയിലൊക്കെ ഈ മസാലകളൊന്ന് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതാണ്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ കൂർക്കയിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അണ്ട് ഞാൻ ഒന്നും കൂടെ മിക്സാക്കി. ഇനിയും അടച്ചു വെച്ചിരുന്നാൽ അടുക്കി പിടിക്കുക കേട്ടോ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ, ഇതുപോലത്തെ പാത്രമൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഫൈനലി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ തേങ്ങ വേണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. തേങ്ങ ഇല്ലാതെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം തേങ്ങയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഫ്ലെയിം ഓഫ് ആക്കാം. തേങ്ങ ചേർത്ത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയെന്നോ അല്ലെങ്കിൽ തോരൻ എന്ന് പറയും ഇതിന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ട് വിളിച്ചോളൂ. എന്തായാലും ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കൂർക്കയും പടവലങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇതുപോലെ ഇത് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.